ഇന്ന് ഉച്ചയൂണിന് കറി ഉണ്ടാക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് ഫ്രിഡ്ജ് തുറന്നപ്പോൾ 2 ബീറ്റ്റൂട്ട് ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ 3 മുട്ട ഇരിക്കുന്നു. ഒരു സവോള എടുത്ത് 2-3 പച്ചമുളകും എടുത്ത് ഒരു അടിപൊളി തോരൻ അങ്ങ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇതൊക്കെ മാത്രം വെച്ചിട്ട് എങ്ങനെയാണ് ഈ അടിപൊളി തോരൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ 2 മീഡിയം സൈസ് ബീട്രൂട്ട് കനം കുറച്ച് ഈ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൊത്തി അരിയുക എന്ന് പറയില്ലേ, അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവോള അതുപോലെ കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളകും കനം കുറച്ച് വട്ടത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതും എടുത്തിട്ടുണ്ട്. തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിന് തീ കത്തിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർക്കാം. പച്ചമുളക് എരിവ് കൂടുതൽ വേണ്ടവർ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവോളയും പച്ചമുളകും ഒന്ന് വാടിയാൽ മതി, ഒരുപാട് വഴറ്റുമൊന്നും വേണ്ട. സവോളയും പച്ചമുളകും ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒത്തിരി പൊടികളൊന്നും വേണ്ട, നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അധികം മുളക് പൊടി വേണ്ട. ഇത് ഈ സാധാ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ്, അല്പം കൂടെ ചേർക്കാം. ഇനി മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആ പച്ചമുളക് ഒന്ന് മാറണം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണേ. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ആ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് ഈ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങ അങ്ങോട്ട് ചേർക്കണം. ഈ തേങ്ങ വേണ്ടാത്തവർ തേങ്ങ ചേർക്കണമെന്നില്ല. തേങ്ങ ചേർത്താൽ നമുക്കറിയാലോ, ഇച്ചിരി കൂടെ ഒക്കെ ടേസ്റ്റ് കിട്ടും. ഈ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്, നമ്മൾ ഈ അരപ്പിന് വേണ്ടിയിട്ട് മാത്രം. തേങ്ങയുടെ അളവ് ഇച്ചിരി കൂടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ആ പച്ചമണം എല്ലാം ഒന്ന് മാറി. ഇപ്പോൾ ആ മുളകിൻ്റെയും ഉള്ളിയുടെയും ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇപ്പോൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കും. തേങ്ങയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. മുട്ട ചേർക്കുമ്പോൾ നമുക്ക് ഉപ്പ് വീണ്ടും ചേർക്കണം, മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് ബീറ്റ്റൂട്ടിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വലിയുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ബീറ്റ്റൂട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ പച്ചമണം ഒന്ന് പോകണം. ഒരു 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ചിട്ട് അതൊന്ന് വാടി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒന്ന് വേകാനായിട്ട് വെക്കാം. ഈ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം കൊണ്ട് തന്നെ വേണം ഇതൊന്ന് വേകാനായിട്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞേക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തോളും. ഇതൊന്ന് മൂടി വയ്ക്കാം. വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല, നമ്മൾ ആ ബീറ്റ്റൂട്ടിൻ്റെ വെള്ളം കൊണ്ട് തന്നെ അത് വെന്തോളും. തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം. നമുക്ക് ഈ അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ വെച്ചിട്ട് പോകരുത്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെക്കുന്ന കാര്യം മറന്നു പോകരുത്.
ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടണം. 1 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ പകുതി വെന്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടിലെ വെള്ളമെല്ലാം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ട് വേവുകയും ചെയ്തു. ഇതിങ്ങനെ തന്നെ വേവിക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് മാറും. ഇളക്കി ഒന്ന് നമുക്കിതിൽ ബാക്കിയുള്ള വെള്ളമയവും കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. 1 മിനിറ്റ് താഴെയുള്ള സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തോരന് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പരമാവധി അങ്ങ് സൈഡിലേക്ക് ഒതുക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ, ഒത്തിരി ഒന്നും വേണ്ട. അതിലേക്ക് 3 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഓരോന്നായിട്ട് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാനിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് പൊട്ടിച്ചൊഴിക്കുന്നത് മുട്ടയ്ക്ക് വല്ല കേടുണ്ടോയെന്ന് അറിയാൻ പറ്റും. അതുപോലെ മുട്ട തോടൊന്നും അങ്ങോട്ട് വീഴാതെ ഇരിക്കും. ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായ 1 നുള്ള് ഉപ്പ് നമുക്ക് കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. ബീട്രൂട്ടിനൊക്കെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടി പോകരുത്. ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ ചേർക്കാവുള്ളൂ. ഞാൻ ഈ മുട്ടയിലേക്ക് 1 നുള്ള് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും ഇങ്ങനെ കയ്യിലെടുത്ത് ഒന്ന് വിതറി കൊടുക്കുക. സ്പൂണിലിട്ടാൽ ചിലപ്പോൾ ഒരിടത്തേക്ക് തന്നെ വീഴും. ഇത് 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് തികച്ച് വേണ്ട കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആ മുട്ടയൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് പതിയെ ഒന്ന് ചിക്കി കൊടുക്കാം. ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കാതെ ഒന്ന് ചെറുതാക്കി കൊടുക്കാവുന്നു. അതിന് നമുക്ക് നമ്മുടെ ബീട്രൂട്ടും കൂടെ ചേർത്തങ്ങ് ഇളക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ ടേസ്റ്റിയുമായിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെറുതെ ബീട്രൂട്ട് തന്നെ തോരൻ വെക്കുന്നതിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലപോലെ ഇഷ്ടമാകും. ഇതിൻ്റെ ടേസ്റ്റ് അത്രയും നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും. കാണാനും ഒരു ഭംഗിയുണ്ടല്ലോ. കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ മുട്ടയൊക്കെ ഒന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ ആ മുട്ടയുടെ ടേസ്റ്റും ആവും. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ കൊതിയാവുന്നില്ലേ? അത്രയും ഇഷ്ടപ്പെടും. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറന്നു പോകരുത്. കണ്ടില്ലേ എന്ത് രസമാണ് കാണാൻ. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. ചപ്പാത്തിക്കകത്തൊക്കെ ഇത് ഫില്ല് ചെയ്ത് വെച്ച് നമുക്ക് റോൾ ചെയ്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ ഒക്കെ കൊടുക്കാൻ പറ്റും. ഇത് 2-3 ചപ്പാത്തിക്കകത്തേക്ക് വെച്ച് ലഞ്ച് ബോക്സിലേക്കും കൊടുത്തു വിടാൻ പറ്റും. ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ തോരൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്.